മഞ്ഞുമൽ ബോയ്സിൽ 40 കോടിയുടെ വെട്ടിപ്പ് നടന്നുവെന്ന് ആദായ നികുതി വകുപ്പിന്റെ പ്രാഥമിക കണ്ടെത്തൽ വരുന്നു. കേരളത്തിനകത്തും പുറത്തുമായുള്ള പണത്തിന്റെ കളക്ഷൻ 140 കോടിയാണ്. വരവ് ചെലവ് കണക്കിലും പൊരുത്തക്കേടുകൾ ഉണ്ട് എന്ന് വ്യക്തമാവുകയാണ്. ബിജു പങ്കജ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളായിട്ട്. ബിജു, ഇന്നലെയാണ് അരുൺ ശങ്കർ റിപ്പോർട്ട് ചെയ്തത്. അവിടെ നടന്ന IT പരിശോധന മണിക്കൂറുകൾ നീണ്ട പരിശോധനയായിരുന്നു. അതിൽ തെളിവുകളൊക്കെ കൃത്യമായി കിട്ടിയിരിക്കുന്നത്. ഇത്രയും വലിയ ലാഭം നേടിയ പടത്തിനാണ് ഇത്രയും വലിയ ക്രമക്കേടുകൾ വരുത്തി വെച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ, ബിജു പങ്കജ്? ദിവീഷ്, ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും വലിയ ബ്ലോക്ക് ബസ്റ്റർ മൂവിയാണ്, ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയ മൂവിയാണ് മഞ്ഞുമൽ ബോയ്സ് എന്ന നിഗമനത്തിലേക്കാണ് ആദായ നികുതി വകുപ്പിന്റെ പരിശോധന വെളിവാക്കുന്നത്. ഒരുപക്ഷെ 140 കോടി രൂപയാണ് കേരളത്തിന് അകത്തും പുറത്തുമായുള്ള തിയേറ്റർ കളക്ഷനായിട്ട് ഇതിന്റെ നിർമ്മാതാവായ സൗബിൻ സാഹിറും ബാക്കിയുള്ളവർക്കുമായിട്ട് കിട്ടിയത് 140 കോടി രൂപയാണെന്നാണ് ഇന്ന് രണ്ടാം ദിവസവും പരിശോധന തുടരുമ്പോൾ ആദായ നികുതി വകുപ്പിന് കിട്ടുന്ന വിവരം. ഒരുപക്ഷെ 140 കോടി രൂപയുടെ കളക്ഷൻ കേരളത്തില് മലയാള സിനിമയുടെ ചരിത്രത്തിൽ ഒരുപക്ഷെ ആദ്യമാണ്. പുലിമുരുകനടക്കം 100 കോടി ക്ലബിൽ കടന്നെന്ന് പറയുമ്പോഴും അതിന് യഥാർത്ഥ കളക്ഷൻ അത്രയും ഉണ്ടായിരുന്നില്ല എന്ന് അതിന്റെ നിർമ്മാതാക്കൾ തന്നെ നേരത്തെ വെളിപ്പെടുത്തിയിരുന്നു. പക്ഷെ ഇത് അങ്ങനെയല്ല. 140 കോടി രൂപയുടെ കളക്ഷൻ ഈ സിനിമയ്ക്ക് കിട്ടിയതായിട്ട് ആണ് കണ്ടെത്തിയിരിക്കുന്നത്. കേരളത്തിന് പുറമെ തമിഴ്നാട്ടിലടക്കം തിയേറ്റർ, ചെറിയ പട്ടണങ്ങളിലുള്ള തിയേറ്ററിലടക്കം ഇത് ഏറെക്കാലം നിറഞ്ഞ് ഓടിയിരുന്നു. അതിൽ 40 കോടി രൂപയുടെ വരുമാനം മറച്ചുവെച്ചു എന്നാണ് ആദായ നികുതി വകുപ്പിന്റെ കണ്ടെത്തല്. കൂടാതെ സൗബിൻ സാഹിർ അടക്കമുള്ളവര് ഈ സിനിമയുടെ റിട്ടേൺ സമർപ്പിക്കാൻ, ആദായ നികുതി റിട്ടേൺ സമർപ്പിക്കാൻ വീഴ്ച കാണിച്ചു എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. രണ്ടാം ദിവസവും പരിശോധന തുടരുകയാണ്. എന്തായാലും കേരളത്തിലെ ഈ പ്രധാനപ്പെട്ട കാര്യം, ദിവസങ്ങൾക്ക് മുൻപാണ് ഗോവയിൽ നടന്ന ഫിലിം ഫെസ്റ്റിവലിൽ ഈ ചിത്രം പ്രദർശിപ്പിച്ചു. അതിൽ പറയുന്നത് സൗഹൃദത്തിന്റെയും ധീരതയുടെയും ഒക്കെ ഒരു യഥാർത്ഥ കഥ, അങ്ങനെ ഒരു പ്രതീകമായി ഈ സിനിമ എന്നാണ് അതിനവിടെ കൊടുത്ത വിശേഷണം. അത് സിനിമയുടെ കഥയും അനുഭവങ്ങളും അങ്ങനെയായിരുന്നെങ്കിൽ അതിനുശേഷമുള്ള സാമ്പത്തിക കണക്കിൽ ഇത് വല്ലാത്തൊരു അവസ്ഥയിലേക്ക് പോയല്ലോ. ഇത്രയും വലിയ വെട്ടിപ്പിലേക്ക് എന്തിന് ഇവർ പോയി? നമുക്കറിയാം, ഓരോ സിനിമകളും 50 കോടി 100 കോടി എന്നൊക്കെ പോസ്റ്റർ വരുമ്പോൾ ഇതുണ്ടോ എന്ന സംശയങ്ങൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ഇത് പക്ഷേ യഥാർത്ഥത്തിൽ നേടുകയും ചെയ്തു. എന്തിന് ഇത്രയും വലിയ തട്ടിപ്പ് അല്ലെങ്കിൽ വെട്ടിപ്പ് നടത്തിയെന്നാണ് മനസ്സിലാകുന്നത്? ഇത് സ്വാഭാവികമായിട്ടും എല്ലാ നിർമ്മാതാക്കളും ചെയ്യുന്നത് ഇങ്ങനെയാണ്. കാരണം അവർക്ക് വലിയ കളക്ഷൻ കിട്ടുമ്പോൾ അത് പലതരത്തിൽ അവര് അതിന്റെ യഥാർത്ഥ റവന്യൂ സപ്രസ് ചെയ്ത് വെക്കുന്ന അതേ സ്ഥിതിവിശേഷം തന്നെയാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. പക്ഷെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അവസ്ഥ, ഒരു മലയാള സിനിമ 140 കോടി രൂപ കളക്ട് ചെയ്തു എന്ന് പറയുന്നത് ഒരു അത്ഭുതകരമായ കാര്യമാണ്. കാരണം പലപ്പോഴും 100 കോടി ക്ലബിൽ പല സിനിമകളും കടന്നു എന്ന് പറയുമ്പോൾ യഥാർത്ഥ കണക്കുകൾ വരുമ്പോൾ അത്രയൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഇവിടെ ഇപ്പോൾ ഈ റെയ്ഡിൽ അത് വെളിപ്പെട്ടിരിക്കുന്നത് 140 കോടി രൂപയാണ്. മലയാളത്തിൽ നിന്ന് ഇതുപോലൊരു ചെറിയ സിനിമ ഇത്രയധികം കളക്ഷൻ ഉണ്ടാക്കി എന്ന് പറയുമ്പോൾ അത് വളരെ അത്ഭുതകരമായ കാര്യമാണ്. സ്വാഭാവികമായിട്ടും 140 കോടി രൂപ കിട്ടുമ്പോൾ ഒരു 40 കോടി. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നേരത്തെയും സൗബിനെയൊക്കെ ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ ഇങ്ങനെ ഒരു പ്രാഥമികമായിട്ടുള്ളൊരു കണ്ടെത്തലുണ്ടായ സ്ഥിതിക്ക് സൗബിനെ വീണ്ടും വിളിപ്പിക്കാനുള്ളൊരു സാഹചര്യമില്ലേ? ആ തരത്തിൽ നടപടികൾ ഇനി എങ്ങനെയായിരിക്കും ഉണ്ടാവുക? അതായത് ഈ ആദായ നികുതി വകുപ്പിന്റെ ഒരു നടപടിക്രമം അനുസരിച്ച് നികുതി ഈടാക്കുക എന്നുള്ളത് മാത്രമാണ് അവരുടെ ഭാഗത്തുള്ളത്. നേരത്തെ ഒരു നിർമ്മാതാവ് കൊടുത്ത കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആണ് സൗബിൻ അടക്കമുള്ളവരെ ചോദ്യം ചെയ്തിരുന്നത്. പക്ഷെ അത് വേറൊരു കേസാണ്. ഇതിൽ ഈ 140 കോടി കളക്ഷൻ ഉണ്ടാകുമ്പോൾ 40 കോടി രൂപയുടെ വരുമാനം മറച്ചുവെച്ചെങ്കിൽ അതിന്റെ നികുതി ഈടാക്കുക എന്നത് മാത്രമേ ആദായ നികുതി വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയുള്ളൂ. അത് അടുത്ത ദിവസങ്ങളിൽ ഇന്നും പരിശോധന തുടരുകയാണ്. അടുത്ത ദിവസങ്ങളിൽ സൗബിനെ വിളിപ്പിക്കാൻ, ചോദ്യം ചെയ്യാം. ഒരുപക്ഷെ രേഖകളും അദ്ദേഹം നൽകുന്ന മറുപടിയും കൃത്യമാണെങ്കിൽ വിളിപ്പിക്കാതിരിക്കാം. പക്ഷെ എന്തായാലും ഇതില് നികുതി ഈടാക്കുക എന്നുള്ള ഒരു ഭാഗം മാത്രമാണ് ആദായ നികുതി വകുപ്പിന്റെ ഭാഗത്തുനിന്നുണ്ടാകുക. അത് പക്ഷേ അങ്ങനെ നികുതി ഈടാക്കി നോട്ടീസ് നൽകുമ്പോൾ സൗബിൻ അത് ചലഞ്ച് ചെയ്തുകൊണ്ട് ആദായ നികുതി വകുപ്പിന്റെ ട്രൈബ്യൂണലിൽ തന്നെ കേസും ഫയൽ ചെയ്യാവുന്നതാണ്. സാധാരണ സിനിമാ താരങ്ങളുടെയും സിനിമാ നിർമ്മാതാക്കളുടെ റെയ്ഡുമായി ബന്ധപ്പെട്ട് ഇത്തരം റെയ്ഡ് നടക്കുമ്പോൾ വലിയൊരു തുക നികുതിയായി, പിന്നെ മറച്ചുവെച്ച വരുമാനത്തിന്റെ പിഴയൊക്കെ കൂടി ഒരു വലിയ തുക കൊടുക്കാറുണ്ട്. പക്ഷെ അത് അവര് ആദായ നികുതി വകുപ്പിന്റെ വിവിധ ഫോറങ്ങളിൽ തന്നെ ചോദ്യം ചെയ്യുകയും അവസാനം ഒരു സെറ്റിൽമെന്റ് കമ്മീഷനിലേക്ക് പോവുകയും അവിടെ വെച്ച് സെറ്റിൽ ചെയ്ത് ഒരു നിശ്ചിത തുക നികുതിയായി ആദായ നികുതി വകുപ്പിലേക്ക് അടയ്ക്കുകയുമാണ് ചെയ്യുന്നത്. കൃത്യമായി 40 കോടിയുടെ കണക്ക് വെട്ടിച്ചു എന്ന് കൃത്യമായി കണ്ടെത്തിയ സ്ഥിതിക്ക് എങ്ങനെയാണ് അതിന്റെ സാധ്യതകൾ? അത് ഇപ്പൊ സിനിമയാണ്, അവർക്ക് പല രീതിയിൽ, ഇപ്പൊ നമുക്കറിയാലോ, വലിയ വലിയ നഷ്ടങ്ങൾ രേഖപ്പെടുത്താൻ വേണ്ടി വരെ സിനിമ എടുക്കുന്ന നിർമ്മാതാക്കളുള്ള നാട് കൂടിയാണ്. അപ്പോൾ ഏത് രീതിയിലാണ് ഇവർക്ക് അത്തരം പഴുതുകൾ ഉപയോഗിച്ച് ഇതിനെ മറികടക്കാൻ കഴിയുക? അത് ശരിയായ രീതിയിലല്ലോ അങ്ങനെ
അല്ല, ഇതിൽ ഈ പരിശോധന നടത്തി എത്രമാത്രം നികുതി, എത്രമാത്രം വരുമാനം സപ്രസ് ചെയ്തു, മറച്ചുവെച്ചു എന്ന് കണ്ടെത്തിയതിനു ശേഷം അതിന് നികുതി അടയ്ക്കാനെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സൗബിനും മറ്റ് ബാക്കിയുള്ള പാർട്ണർമാർക്കും നോട്ടീസ് അയക്കുക എന്ന് മാത്രമാണ് ആദായ നികുതി ചെയ്യുന്നത്. അതിനുശേഷം അവർക്ക് ഇത് ചലഞ്ച് ചെയ്ത് വേണമെങ്കിൽ ആദായ നികുതി വകുപ്പിന്റെ വിവിധ ഫോറങ്ങളിൽ പോകാം. അങ്ങനെ അവിടെ വെച്ച് ഒരു തീർപ്പിലെത്തിയതിനു ശേഷം അന്തിമമായിട്ട് നികുതി അടയ്ക്കുക എന്നുള്ളതാണ്. എന്തായാലും പ്രാഥമികമായിട്ട് സൗബിന് ഒരു വലിയ തുക നികുതിയായി അടയ്ക്കേണ്ടി വരും. അതിനുശേഷം അവർ നൽകുന്ന ബാക്കി തുകയുടെ പേരിൽ ആദായ നികുതി വകുപ്പിൽ തന്നെ ചലഞ്ച് ചെയ്തുകൊണ്ട് അവർക്ക് പരാതി നൽകാവുന്നതാണ്. അത് സംബന്ധിച്ച് അവിടെ ഒരു ആദായ നികുതി വകുപ്പിന്റെ സെറ്റിൽമെന്റ് കമ്മീഷനൊക്കെ ഉണ്ട്. അവിടെ വെച്ച് ഒരു അന്തിമ തീർപ്പാണ് സാധാരണ നടക്കുന്നത്. ഇത്തരം നടപടിക്രമങ്ങളാണ് സാധാരണ സിനിമാ താരങ്ങളുടെയും നിർമ്മാതാക്കളുടെയും കേസുകളിലൊക്കെ നടക്കുന്നത്. എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരു മലയാള സിനിമ 140 കോടി രൂപ കളക്ട് ചെയ്തു എന്ന് കണ്ടെത്തുന്നത് സാധാരണ നിർമ്മാതാക്കളും ഒക്കെയാണ് അവകാശവാദം ഉന്നയിക്കുന്നത്, 100 കോടി രൂപയിൽ ക്ലബിൽ കയറി എന്നൊക്കെ പറയുന്നത്. പക്ഷെ ഇവിടെ ഒരു കേന്ദ്ര ഏജൻസി തന്നെ അത് സ്ഥിരീകരിക്കുകയാണ്. അപ്പൊ മലയാള സിനിമ എത്രമാത്രം ആ സിനിമ ഓടി എന്നുള്ളതാണ്, കേരളത്തിലും തമിഴ്നാട്ടിലും പുറത്തുമായിട്ട് കളക്ട് ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ബിജു, ഇതിന്റെ ഒപ്പം ഈ ഒരിടത്ത് ഒതുങ്ങുന്നതാണോ? ഇപ്പൊ ഇത്രയും വലിയ കളക്ഷൻ റെക്കോർഡുകളുള്ള സിനിമകൾ വളരെ വിരലെണ്ണാവുന്നതേ ഉള്ളൂ എന്നത് വാസ്തവമാണ്. പക്ഷേ ഈ സിനിമാ മേഖലയിലേക്ക് എത്തുന്ന പണത്തിന്റെ കണക്ക്, അത് കണക്കില്ലാതെ പല വഴികളിലും പണം എത്തുന്നു എന്നൊക്കെ പലപ്പോഴും ആരോപണങ്ങൾ ഉയർന്നിട്ടുള്ളതാണ്. അക്കാര്യത്തിൽ എന്തെങ്കിലും ഒരു പരിശോധനകളിലേക്കൊക്കെ പോയി കേന്ദ്ര ഏജൻസികൾ കടക്കുന്നുണ്ടോ, അതോ ഇതൊരു സ്പെഷ്യൽ കേസായി നിൽക്കുന്നതാണോ? ഇതൊരു അതായത് നമുക്കറിയാം, ഈ മഞ്ഞുമൽ ബോയ്സിന് അത്ര വലിയ മുതൽ മുടക്കൊന്നും ഇല്ലാതെ ഏറെക്കുറെ പുതുമുഖ താരങ്ങളെ വെച്ചുകൊണ്ട് ചെയ്ത ഒരു സിനിമയാണ്. അങ്ങനെ വലിയൊരു മുതൽ മുടക്കില്ല. പക്ഷെ ആ സിനിമ ഹിറ്റായത് ഒരു പക്ഷേ അവരുടെ നിർമ്മാതാക്കൾ പ്രതീക്ഷിച്ചതിനും അപ്പുറമാണ്. എനിക്കറിയാം, തമിഴ്നാട്ടിലെ ട്രിച്ചി അടക്കമുള്ള സ്ഥലങ്ങളിൽ ഈ സിനിമ ഏറെക്കാലം, അതായത് 1.5 മാസത്തോളം ഹൗസ്ഫുള്ളായി ഓടിയെന്ന് എൻ്റെ ഒരു സുഹൃത്ത് തന്നെ പറഞ്ഞറിയാം. അതുകൊണ്ട് തന്നെ കേരളം, തമിഴ്നാട് സ്റ്റേറ്റുകളിൽ ഇത് ചെറിയ പട്ടണങ്ങളിൽ അടക്കം ഓടിയതിന് കണക്കില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത്ര ഒരു വലിയ വരുമാനം. 140 കോടി എന്നൊക്കെ പറയുന്നത്, ഒരു സിനിമ കളക്ട് ചെയ്തു എന്ന് പറയുന്നത്, അതും ഏകദേശം ഒരു 10 കോടി രൂപ മുടക്ക് നമ്മൾ കണക്കൂട്ടിയാലും ബാക്കി 140 കോടി രൂപ ലാഭമായി കിട്ടുകയാണ് ചെയ്യുന്നത്. എന്തായാലും ഇതൊരു റെയർ കേസായിട്ട്, ഒരുപക്ഷെ കേരളത്തിലെ മലയാള സിനിമയിലെ ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയ ഒരു സിനിമയായിട്ട് വേണമെങ്കിൽ അങ്ങനെ ആണ് ആദായ നികുതി വൃത്തങ്ങളും പറയുന്നത്. കാരണം നേരത്തെ പല സിനിമാ നിർമ്മാതാക്കളും നടത്തിയ റെയ്ഡിൽ ഇത്രയൊന്നും വരുമാനം കണ്ടെത്താനായി കഴിഞ്ഞിട്ടില്ല. എന്തായാലും ഇതൊരു നികുതി കേസാണ്. സ്വാഭാവികമായി 140 കോടി രൂപ വരുമ്പോൾ ഒരു 40 കോടി രൂപയും കൂടെ മറച്ചു വെച്ചാൽ അത് ആരും ഏത് നിർമ്മാതാവും ചെയ്യുന്ന ഒരു കാര്യമാണ്. നിർമ്മാതാവ് തിയേറ്റർ വിഹിതമൊക്കെ കണക്കാക്കിയാൽ എനിക്ക് ഒന്ന് 140 കോടി മൊത്തം കളക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു 80-90 കോടി അടുപ്പിച്ചൊക്കെ ആയിരിക്കും പ്രൊഡ്യൂസർക്ക് കിട്ടിയിട്ടുണ്ടാവുമെന്ന് തോന്നുന്നു. എങ്ങനെയാണ് അങ്ങനത്തെ കണക്കുകൾ IT പുറത്തുവിടുന്നുണ്ടോ, ഇതിന്റെ ഓരോ വിഭാഗത്തിനും തിരിച്ചുള്ള വരുമാനം, അതോ പൂർണ്ണമായി? നിബീഷ്, അത്തരം വിവരങ്ങളൊന്നും ഒരു ഫൈനൽ പിക്ചറിലേക്ക് എത്തിയിട്ടില്ല. 2ാമത്തെ ദിവസമാണ് പരിശോധന നടക്കുന്നത്. അത്തരം കൃത്യമായ വിവരങ്ങൾ കിട്ടണമെങ്കിൽ ഈ കണക്കുകളൊക്കെ പരിശോധിച്ച് ഒരാഴ്ചയെങ്കിലും എടുത്താൽ മാത്രമേ അത്തരം വിവരങ്ങൾ കിട്ടുകയുള്ളൂ. എന്തായാലും ഇന്ന് 2ാം ദിവസവും പരിശോധന തുടരുകയാണ്.